أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ ശറഹുൽ ഹംസിയയ്ക്ക് ഒരു പുതിയ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. തുഹഫയുടെ ഗ്രൂപ്പിൽ 2 ക്ലാസ് കഴിഞ്ഞ് മൂന്നാമതായി നമ്മൾ എടുത്തത് ശറഹുൽ ഹംസിയയായിരുന്നു. അതിലെ ഒരു ഭാഗം കഴിഞ്ഞ് 2ാം ഭാഗം എടുക്കേണ്ടതായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ ഒരു 2 ആഴ്ചയോളം നമ്മളൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. വീണ്ടും ഇതാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഗ്രൂപ്പുകളെല്ലാം റെഡിയായി ക്ലാസുകൾ ഒരുക്കത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ 2ാമതായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ശറഹുൽ ഹംസിയയുടെ ക്ലാസ് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചിരുന്നത് 1ാം ഭാഗമായി തുടക്കം കുറിച്ചത് കൈഫ തർകറു ഫിയകൽ അംബിയാഉ യസമ അമ്മാ താവലത്ഹാ സമാഉ എന്ന് പറയുന്ന ആ പദ്യശകലത്തെക്കുറിച്ച് ആണ് നമ്മുടെ ചർച്ച. അതിൽ കുറച്ച് വിശദീകരണം കഴിഞ്ഞു. അതിന്റെ ബാക്കി ഭാഗം ഇതാ തുടരുന്നു. അൽഹംദുലില്ലാഹ്, വീണ്ടും നമുക്ക് സംസാരിക്കുവാനും അതിനുള്ള വേദികളും ഒരുക്കിത്തന്ന അഡ്മിന്മാർക്കും നമ്മുടെ സഹപാഠികൾക്കൊക്കെ 1000 നന്ദികൾ അർപ്പിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിലേക്ക് അൽഹംദുലില്ലാഹ് എന്ന 1000 സ്തുതികളും പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഹബീബായ നബിയുടെ സ്ഥാനമാനങ്ങളാണ് ശറഹുൽ ഹംസിയയിലൂടെ എണ്ണുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ബൂസൂരി ഇമാം ഉണ്ടാക്കിയതായ ഹംസിയുടെ എന്ന് പറയുന്ന ബൈത്ത് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ചുരുങ്ങിയ രീതിയിലൂടെ നമുക്ക് സംസാരിക്കാം. ഒമിൻ തിൽക ദറജാത്തി, മഹാനായ നബിതങ്ങൾക്ക് ഒരുപാട് ദറജകളുണ്ട്. വറഫഅ ബഅ്ലകും ദറജാത്ത് എന്ന് പറഞ്ഞല്ലോ ഖുർആനായത്തില്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകരിൽ ചിലരെ സ്ഥാനമാനങ്ങൾ ഉയർത്തിയതാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചു തന്നത് ആ ബഅ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എന്നതാണ്. അപ്പൊ ആ ദറജകളാണ് ഇനി പറയാൻ പോകുന്നത്. ഒമിൻ തിൽക ദറജാതി, ആ ദറജകളിൽ പെട്ടതാണ് എന്ത്? അന്ന ആയാതിഹി വ മുഅ്ജിസാതിഹി അക്തറു അബ്ഹറു. ഹബീബായ നബി തങ്ങൾക്കുള്ള ദൃഷ്ടാന്തങ്ങളും നബി തങ്ങളുടെ അമാനുഷിക ശക്തികളും ഒരുപാടുണ്ട്. അത് വളരെയധികം സ്പഷ്ടമായതും വളരെ പ്രചാരമുള്ളതും വളരെ വ്യക്തമായതും തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹബീബ നബി തങ്ങളുടെ മുഅ്ജിസാത്തുകളും ദൃഷ്ടാന്തങ്ങളും മറ്റു പ്രവാചകന്മാരെക്കാൾ അക്സറാണ്, അബ്ഹറാണെന്ന് പറയാൻ കാരണം ഇത് മാമിൻ മുഅ്ജിസത്തിൽ നബിയ്യിൻ ഖബലഹു ഇല്ലാ വലഹു മിസ്ലുഹാ ഔ അബ്ഹറു മിൻഹാ കമാ ബയ്യനഹുൽ അഇമ്മതു. മുൻകഴിഞ്ഞു പോയ സർവ്വ പ്രവാചകന്മാർക്കും അമാനുഷിക ശക്തി അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ അമാനുഷിക ശക്തികൾ മുഴുവനും ഹബീബായ നമ്മുടെ പ്രവാചകർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിനേക്കാൾ വളരെയധികം പ്രകടമായി തന്നെ അല്ലാഹു തആല നമ്മുടെ നബിക്ക് നൽകിയിട്ടുണ്ട്. അത് വെറുതെ പറയുകയല്ല, അഇമ്മത്തുകൾ അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ച് തന്നിട്ടുമുണ്ട്. വസയഅതി ബഅ്ലുഹു, ചിലതൊക്കെ അങ്ങനെ പിറകിൽ വരുന്നുണ്ട്. വസാദ അലൈഹിം ബിമുഅ്ജിസാത്തിൻ ലം യസിഖ വലം യഖഅ നദീറുഹാ ലിഅഹദിൻ മിൻഹും. ഹബീബായ നബി തങ്ങൾക്ക് മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത, ശരിയാവാത്ത, തുല്യതയില്ലാത്ത ഒരുപാട് മുഅ്ജിസത്തുകളെ കൊണ്ട് ഹബീബായ നബി തങ്ങൾ മറ്റു പ്രവാചകന്മാർക്ക് മേലെയാണ്, കൂടുതലാണ്. വനാഹിക ബികിതാബിഹിൽ ഖുർആൻ, എന്തിനേറെ പറയുന്നു, നിനക്ക് മനസ്സിലാക്കുവാൻ പറ്റുകയാണെങ്കിൽ അല്ലാഹു തആല ഹബീബായ നബി തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത ആ വിശുദ്ധമായ ഖുർആൻ ഇന്നും വള്ളിക്ക് പുള്ളിക്ക് തെറ്റാതെ വെല്ലുവിളികളായി ഇന്ന് ലോകത്തും എല്ലാവരെയും മേൽക്കും മേലെ കോയ്മയായി നിൽക്കുന്ന, ആരെയും ഞെട്ടിപ്പിക്കുന്ന അത്ഭുത കഥയായി നിൽക്കുന്ന മുഅ്ജിസത്തിന്റെ നശിക്കാത്ത മുഅ്ജിസത്താണുള്ള വിശുദ്ധമായ ഖുർആൻ.
ആ ഖുർആൻ തന്നെ അങ്ങ് മനസ്സിലാക്കിയ പോരെ ഹബീബ നബി തങ്ങൾക്കുള്ള മുഅ്ജിസത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു തആല നൽകിക്കൊടുത്ത ഈ വിശുദ്ധ ഖുർആന്റെ അമാനുഷികത ഒരിക്കലും അറ്റമാകുന്നില്ല, നീണ്ടുകിടക്കുകയാണ്. അതിന്റെ ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, പുരർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുൻകഴിഞ്ഞു പോയ സമുദായത്തേക്കാൾ ഏറ്റവും സംശുദ്ധരും അധികവും ആത്മശുദ്ധിയുമുള്ള സമുദായമല്ലേ നബിന്റെ സമുദായം. ഇതൊന്നും മറ്റുള്ളവർക്കില്ല. അപ്പൊ നബിന്റെ മുഅ്ജിസത്തും നബിന്റെ സമുദായങ്ങളും എല്ലാം കൊണ്ടും പ്രൗഢിയുള്ളവർ തന്നെയാണ്. അങ്ങനെ വെക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയർന്നത്. ഇത് തന്നെയാണ് ഹബീബ നബി തങ്ങളുടെ സ്റ്റാൻഡേർഡുകളും. നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറുതെ പറയുകയല്ല. വിശുദ്ധമായിരിക്കുന്ന ഖുർആനിലൂടെ നമ്മെ തന്നെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. സർവലോക ജനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടാണ് ഈ സമുദായം ഉത്തമ സമുദായമാക്കി നിങ്ങളെ നമ്മളാക്കിയതാണ്. അപ്പൊ നിങ്ങളായിരിക്കുന്നു മുൻകഴിഞ്ഞു പോയ എല്ലാ ജനങ്ങൾക്കും വരാനിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും തന്നെ ഒരു മാതൃകയായി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമൂഹമായിരിക്കുന്നത് ഖുർആന്റെ രസമല്ലേ? ആ രസം കൊണ്ട് മനസ്സിലാക്കാലോ മറ്റു സമുദായത്തേക്കാൾ നബിയുടെ ഈ സമുദായം വളരെ സംശുദ്ധവും അധികമുള്ളതും മനസംസ്കരണമുള്ളവരുമാണ് എന്ന്. ഈ സമുദായത്തിന്റെ നന്മ നമുക്ക് എന്ത് വിളിച്ചോതിത്തരുന്നു? ഖൈരിയത്തുൽ ഉമ്മത്തി തസ്തൽസിമു ഖൈരിയത നബിഹാ വ അഫ്ളലിയത ദീനിഹാ. നല്ല അർത്ഥമല്ലേ നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലൂടെ നമ്മുടെ ഇമാം വിശദീകരിക്കുന്നത്. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ കഴിച്ചിലാക്കട്ടെ. ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു തആല ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാൻ പറയും, നോക്കൂ, വ ഖൈരിയത്തുൽ ഉമ്മ. ഈ ഉമ്മത്ത് ഖൈരിയത്ത് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അപ്പൊ ഈ ഉമ്മത്തിന്റെ ഖൈരിയത്ത് തസ്തൽസിമു ഖൈരിയത നബിഹാ. ഈ സമുദായത്തിന് നേതാവായി വന്ന അഷ്റഫുൽ ഖൽഖ് ആ നബിയുടെ ഖൈരിയത്ത് നിർബന്ധമാക്കി തരുന്നു, മനസ്സിലാക്കി തരുന്നുണ്ട്. വഅഫ്ളലിയത ദീനിഹാ. ഈ ഉമ്മത്തിന്റെ മതം എത്രയോ അത്യുന്നതമാണ് എന്നതും ഇത് നിർബന്ധമാക്കി തരുന്നുണ്ട്. ഖൈറു ഉമ്മത്താകുമ്പോൾ ആ നബിയും ഖൈറന്നെയാണ്, ദീനും അഫ്ളലിയത്താണെന്ന് മനസ്സിലാക്കാം. എന്തിന്? ഇതില്ല അശക്ക അന്ന ഖൈരിയത്തുഹും ബിഅസ്ബി കമാലി ദീനിഹിമുൽ മുസ്തൽസിമി ലികമാലി നബിഹിം. ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ അഫ്ളലിയത്തും ഖൈരിയത്തും പറയുന്നത്. ഒരിക്കലും ഒരു സംശയമേ ഇല്ല. എന്ത്? ഈ സമുദായത്തിന്റെ ഖൈരിയത്ത് അവർക്കുള്ളതായ അള്ളാഹു നൽകിയതായ ദീനിന്റെ സവിശേഷത, സമ്പൂർണത, ആ സമ്പൂർണതയുടെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സമുദായത്തിന്റെ നന്മ. എങ്ങനത്തെ കമാലിയത്തെന്ന് ചോദിച്ചാൽ അൽ മുസ്തൽസിമിലി കമാലി നബിഹിം. ഈ സമുദായമാകുന്ന നമ്മുടെ പ്രവാചകനായ അവസാനത്തെ പ്രവാചകനായ നബിയുടെ കമാല്, ആ നബിയുടെ പരിപൂർണതയെ നിർബന്ധമാക്കി തരുന്നതാണല്ലോ ഈ സമുദായത്തിന്റെ ദീന്റെ പരിപൂർണത. ഈ പരിപൂർണമായിരിക്കുന്ന ഈ ദീൻ എങ്ങനെയുണ്ടോ അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമുദായത്തിന്റെ ശ്രേഷ്ഠതയും. അതുകൊണ്ട് തന്നെയാണ് ഈ സമുദായത്തിന്റെ നബിയും ദീനും ഒക്കെ അഫ്ളലിയത്താണ് എന്ന് പറയാൻ കാരണം. വഅന്ന സിഫാത്തുഹു അഅ്ലാ വഅജല്ലു. ഹബീബായ നബിയുടെ വിശേഷണങ്ങൾ ഏറ്റവും ഉയർന്നതും വളർമയുള്ളതുമാണല്ലോ. എന്ത് വിശേഷം വെക്കണു? വദാത്തുഹു. അവിടുത്തെ പരിശുദ്ധ ദാത്ത് അഫ്ളലു വഅക്മലു. ഏറ്റവും പരിപൂർണമായതും ഏറ്റവും അത്യുന്നതമാതുമാണല്ലോ. അതുകൊണ്ടാണ് പരിശുദ്ധ ദാത്ത് നമ്മൾ പറയുന്നത്. പരിശുദ്ധ നബി അവിടുത്തെല്ലാം പരിശുദ്ധമാണ്. ആ പരിശുദ്ധതയാവാൻ കാരണം ഇതുകൊണ്ടാണ്. നോക്കൂ, അല്ലാഹു തആല അത് വ്യക്തമായി പറഞ്ഞതല്ലേ. എന്തിനെ നമ്മൾ സംശയിക്കണം? കമാ യുസർരിഹു ബിഹി ഖൗലുഹു തആല. അല്ലാഹു തആലാന്റെ വചനം തന്നെ ഈ പറഞ്ഞ കാര്യം വ്യക്തമാക്കി തരുന്നത് പോലെയുണ്ട്. ഏതാ അല്ലാഹുവിന്റെ വചനം? ഫബിഹുദാഹു മുഖ്തദി. അവരുടെ സന്മാർഗത്തിനോട് നബിയെ നിങ്ങൾ പിൻപറ്റുക എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. ആ പറഞ്ഞത് തന്നെ നബിന്റെ ദാത്തും നബിന്റെ സിഫാത്തും ഏറ്റവും ഉയർന്നതാണ്, അക്മലാണ്, അഫ്ളലാണ് എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാണ്. അതെങ്ങനെ മനസ്സിലായി? അന്നഹു തആല, നിശ്ചയമായിട്ടും പടച്ച റബ്ബ്, വസഫൽ അംബിയാ, സർവ അംബിയാക്കൾക്കും അല്ലാഹു തആല വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിൽ ഔസാഫിൽ ഹമീദത്തി, നല്ല സ്തുതിക്കപ്പെടുന്ന വിശേഷണങ്ങൾ കൊണ്ടാണ് അംബിയാക്കൾക്ക് അല്ലാഹു തആല വിശേഷണം നൽകിയിട്ടുള്ളത്. അതെല്ലാം അംബിയാക്കൾക്കും നൽകിയിട്ടുണ്ട്. എന്നതിന്റെ ശേഷം
സുമ്മ അമറുഹു, പിന്നെ ഹബീബായ നബിയോട് അല്ലാഹു തആല കൽപ്പിച്ചു അയ്യഖ്തദിയ ബിജമീഇഹിം, ആ പ്രവാചകന്മാരെ മുഴുവൻ കൊണ്ടും എന്ത് വേണം? പിൻപറ്റണം, തുടരണം എന്ന് നബിയോട് കൽപ്പിക്കുന്നു. വദാലിക, ഈ കൽപ്പന യസ്തൽസിമു അൻ യഅതിയ ബിജമീഇ മാ ഫീഹിം മിനൽ ഖിസാൽ ഹമീദതി, മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കൾക്കുമുള്ള സവിശേഷ ഗുണങ്ങൾ, നല്ലതായിരിക്കുന്ന സർവ്വ ഗുണങ്ങളും ഈ ഹബീബായിരിക്കുന്ന നബിൽ മുഴുവനും വായിച്ചിട്ടുണ്ട്. എല്ലാം നബിയിൽ ഒത്തിണങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ നബി. വിവിധ പ്രവാചകന്മാരായി നിൽക്കുന്ന വിവിധ വിശേഷണങ്ങൾ ഓരോ പ്രവാചകന്മാർക്കുള്ളതാ. അതെല്ലാം കൂടി സമ്മേളിച്ചത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാകുന്നു. വഫീ ഹദീസ് ശഫാഅത്തുൽ ഉലമ, എന്തിനേറെ പറയുന്നു ശഫാഅത്തുൽ ഉലമ എന്ന് പറയുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടില്ലേ? ആ ശഫാഅത്തുൽ ഉലമയുടെ ഹദീസിലുണ്ട് വന്ദിഹാഇഹ ഇലൈഹി, ആ ശഫാഅത്തുൽ ഉലമ ആരിലേക്കാണ് അന്ത്യം പ്രാപിക്കുന്നത്? നമ്മുടെ പ്രവാചകരിലേക്ക്. അതിൽ തന്നെ ഉണ്ടല്ലോ എന്ത്? നബി തങ്ങളുടെ സവിശേഷ ഗുണങ്ങൾ. നബി എത്രയും ഉന്നതനാണ്, എല്ലാവരേക്കായും മേലെയാണെന്നുള്ളത്. എന്തിന്റെ ശേഷം അത് മുഴുവനും ആ വിശേഷണം ശഫാഅത്തുൽ ഉലമ എല്ലാവരും നീക്കി 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 കഴിഞ്ഞു പോന്നു. അവസാനം ചെല്ലുന്നത് ഹബീബ നബിയിലേക്കാണ്. ഹബീബായ നബി തങ്ങൾ തന്നെ സമ്മതിക്കുന്നു, ശഫാഅത്തുൽ ഉലമക്ക് ഞാൻ തന്നെയാണ് അർഹൻ, വേറെ ആരുമില്ല എന്ന്. അനലഹ എന്ന് നബി തങ്ങൾ മഅ്സറിൽ പറയുന്നുണ്ട്. വല്ലാത്തൊരു രംഗമാണ് അത്. കണ്ടാസ്വദിക്കുവാനും ആ ശഫാഅത്തുൽ ഉലമയിൽ പെടുവാനും ഭാവികളായ ദോഷികളായ നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ തിരുമുഖം ദർശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സമ്മതിക്കൽ തന്നെ അത്തസ്രീഹു ബിദാലിക അയ്ളൻ, ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് എല്ലാം കൊണ്ട് പരിപൂർണനാണ് നബി. ഇരുലോകത്തും പരലോകത്തും എല്ലാ നിലയിലും പരിപൂർണനായ നബി. ആ നബിക്ക് കവച്ചു വെക്കാനൊരു നബിയില്ല. വകദൽ ഹദീസു സഹീഹു, ഇതുപോലെ തന്നെ ശരിയായ ഹദീസ് കാണാലോ, തള്ളണ്ട, കൊള്ളാൻ പറ്റുന്നതാണ്. ആർക്കും തലവേദന എടുക്കണ്ട, ആരും അലർജി തോന്നണ്ട, കേവലം ഒരു സാധാരണ മനസ്സിലാക്കി തള്ളണ്ട. മനുഷ്യനായിരിക്കെ സമ്പൂർണ്ണ മനുഷ്യൻ, മനുഷ്യനായിരിക്കെ പരിശുദ്ധ മനുഷ്യൻ, മനുഷ്യനായിരിക്കെ എല്ലാം കൊണ്ടും പരിശുദ്ധൻ. ഇത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അതൊക്കെ സഹിയായ ഹദീസിലുണ്ടല്ലോ. നബി തങ്ങൾ തന്നെ പറയട്ടെ, അന സയ്യിദു വലദി ആദമ വലാ ഫഖ്റാണോ, ഞാൻ സർവ്വ ആദമിന്റെയും മക്കളുടെ നേതാവാണ്. കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന വന്ന എല്ലാവർക്കും നേതാവാണ് ഞാൻ. വലാ ഫഖ്റ, ഇത് ഞാൻ പവർ പറയുകയല്ല, എന്റെ അന്തസ് വിളിച്ചു പറയുകയല്ല, അള്ളാഹ് നൽകിയ നിയമത്ത് വിളിച്ചു പറയുകയാണ്. ഈ ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം ഹദീസ് ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ടവർ അത്യാവശ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ വിഷയമായി ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ടത് തന്നെയാണല്ലോ. അന അക്റമഹും അലാ റബ്ബി എന്ന റിപ്പോർട്ടിൽ കാണാം. ഈ ഹദീസ് കൊടുത്ത തുർമുദി ഇമാമും ദാരിമി ഇമാമും കൂടിയാണ്. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? അന, ഞാൻ, അക്റമഹും അലാ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കൽ സർവ്വ സൃഷ്ടികളും സർവ്വ മനുഷ്യന്മാരും അവരെക്കാൾ ബഹുമാന്യൻ ഞാൻ തന്നെയാണ്. എങ്കിൽ തുർമുദിയുടെ മറ്റൊരു ഹദീസിൽ കാണാം, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമത്തി വലാ ഫഖ്റ വബിയദി ലിവാഉൽ ഹംദി വലാ ഫഖ്റ വമാ മിൻ നബിയ്യിൻ ആദമ ഫമൻ സിവാഹു ഇല്ലാ തഹത ലിവാഇ. ഇതൊക്കെ നമ്മൾ സാധാരണ നബി മത് പറയുന്നതാ. ഇതും കൂടി വായിച്ച് അർത്ഥം വെക്കുമ്പോൾ എന്തെല്ലാം മനസ്സിലാക്കാണ്ട് അതില് നബിന്റെ സമ്പൂർണ്ണ പരിപൂർണതയാണ് ഈ അറിയിക്കുന്നത്. മഹാൻ നബി ഒരു മനുഷ്യൻ, കാമിലായ ഒരു മനുഷ്യനാണ്. അതിന് വേണ്ടത് എന്തൊക്കെയുണ്ടോ അവിടുത്തെ ഹദീസ് തന്നെ വായിച്ചാൽ കിട്ടും. ഖുർആനും ഒപ്പം വായിക്കുക. എന്താ ഈ ഹദീസ് പറയുന്നത്? ഈ ഹദീസ് റിപ്പോർട്ട് തുർമുദിയാണല്ലോ. അന, ഞാന് സയ്യിദു വലദി ആദമ, ആദം സന്തതിയുടെ നേതാവാണ് ഞാൻ. യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ. വലാ ഫഖ്റ, അന്തസ്സും പവറും ഡമ്പും പറയുകയല്ല. വബിയദി, അന്ത്യദിനത്തിൽ എന്റെ കയ്യിലാണ്, എന്റെ കരവലയത്തിലാണ്. ലിവാഉൽ ഹംദ്, ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന ഒരു കൊടി എന്റെ കയ്യിലാ. വലാ ഫഖ്റ, ഇതും ഞാൻ അന്തസ് വിളിച്ചു പറയുകയല്ല. വമാ മിൻ നബിയ്യിൻ ആദമ, ഒരൊറ്റ നബിയും അഥവാ ആദം നബിക്കുള്ള ഒരൊറ്റ നബിയും ആദം നബി ഉള്ള ഒരൊറ്റ പ്രവാചകനും ഫമൻ സിവാഹു, ആദം നബിക്ക് അയച്ചിട്ടുള്ള മറ്റു പ്രവാചകന്മാരും ആരും തന്നെ ഇല്ല. ഇല്ലാ തഹത ലിവാഇ, എന്റെ ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന കൊടിക്ക് താഴായിട്ടല്ലാതെ ഇല്ല. ഞാനാണ് അവിടെ ഉയർന്നു നിൽക്കുന്നത്. എന്റെ പിതാവായ ആദം നബി പോലും എന്റെ കൊടിക്ക് കീഴിലാണ്.
എന്റെ കൊടിയാണ് ഉയർന്നു നിൽക്കുന്നത്. ഒഹുവ സരീഹും വി ദുഖൂലി ആദമ. ഈ ഹദീസിൽ പച്ചയായിട്ട് തന്നെ കാണാലോ. ആദം നബി അലൈഹിസ്സലാം പോലും ആരംഭ നബിയുടെ കരവലയത്തിൽ അല്ലാഹു തആല കൊടുത്ത ഉന്നത കൊടിയാകുന്ന ലിവാഹുൽ ഹംദ് എന്ന് പറയുന്ന പതാകയ്ക്ക് കീഴിലാണെന്ന് വ്യക്തമായല്ലോ. ഹദീസിൽ ബുഖാരി വഗൈരിഹി, ബുഖാരി ഇമാമിന്റെയും അല്ലാത്തവരുടെ ഹദീസ് പോലെ കാണാം. എന്ത് ഹദീസ്? അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ, ഞാൻ അന്ത്യദിനത്തിൽ സർവ്വജനങ്ങളുടെയും നേതാവാണ്. വഹദീസ് അന സയ്യിദുൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും നേതാവാണ് ഞാൻ. സ്വഹീഹുൽ ഹാക്കിം റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവട്ടെ, ഇത്രയും നമുക്ക് ഉദ്ധരിച്ച് എന്ത് മനസ്സിലായി? ഹദീസ് കൊണ്ടും ആയത്ത് കൊണ്ടൊക്കെ ഹബീബായ നബി തങ്ങൾ മേലെയാണ്. നബിക്ക് താഴെ ഇനി ആരുമില്ല, താഴെയല്ലാതെ മേലെ ആരുമില്ല. നബി തന്നെയാണ് എല്ലാം കൊണ്ടും, ദാത്തുകൊണ്ടും സിഫാത്തുകൊണ്ടും എല്ലാം നിലപാട് വെച്ച് നോക്കിയാലും ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ മേലെ തന്നെയാണ്. അതാണ് കൈഫാ തർഖറുഖിയകൽ അംബിയാഉ യാ സമാഅൻ മാ ത്വാവലത്ഹാ സമാഉ എന്ന് പറഞ്ഞ ബൈത്തിന്റെ ഈരടികൾക്കുള്ള വ്യാഖ്യാനം. വബിദാലിക തഅലമു അഫ്ളലിയതുഹു അലൽ മലായിക, മലക്കുകളെക്കാളും ഹബീബായ നബിക്ക് സ്ഥാനമാനമുണ്ടെന്ന് ഇത്തരം ഹദീസുകൾ വായിച്ചപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ. കാരണം ലിഅന്ന ആദമ അഫ്ളലു മിൻഹും ബിനസിൽ ആയ, പരിശുദ്ധമായിരിക്കുന്ന ആയത്ത് തന്നെ മനസ്സിലാക്കി തരുന്നത് എന്താ? മലക്കുകളെക്കാളും ഉന്നതനാണല്ലോ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം പോലും മലക്കുകളെക്കാൾ ഉന്നതനാണെങ്കിൽ ഹബീബായ നബിയും അവരെക്കാൾ ഉന്നതനാണ്. ബാപ്പ ഉന്നതനാണ്, മകനും ഉന്നതനാണ്. അവ എല്ലാ നിലയിലും നോക്കിയാൽ നബി തങ്ങൾ ഉന്നതനാണെന്ന് മനസ്സിലാക്കാമല്ലോ. തീർന്നിട്ടില്ല. ഈ വിഷയമായി ഇനിയും നമുക്ക് ചർച്ച ചെയ്യാൻ കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചീച്ച മതിയെങ്കിൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ അരമണിക്കൂർ വിശദീകരിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി വിടുകയാണ്. ഇന്ന് തുടക്കമല്ലേ, ഇത് അവസാനം വരെ കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബിയുടെ പിരിശക്കാരായി വളരുവാനും മരിക്കുവാനും തൗഫീഖ് നൽകട്ടെ. ആ ഹബീബായ നബിയുടെ സ്നേഹം നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നുകൊണ്ടും തന്നെ അവിടുത്തെ പൊരുത്തമില്ലാത്തൊരു ജീവൻ അള്ളാഹു നൽകാതെ എല്ലാം തൃപ്തിപ്പെടുന്ന ഒരു ജീവൻ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ക്ലിപ്പ് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തിയാൻ വിടുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി തോഫയുടെ ക്ലാസ്സാണ് നടക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതിലേക്ക് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും ഒപ്പം നടന്നു വരും. അങ്ങനെയും ആക്കാം, കുറച്ചതും കുറച്ച് ഇങ്ങനെയും വരാം. ഏതായാലും വേണ്ടതുപോലെ നമ്മൾ സൗകര്യപ്പെടുത്താം. ഇനി എന്റെ സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും അഭിപ്രായം കൂടി ഞാൻ ആരായുകയാണ്. നിങ്ങൾ ദുആ ഇരക്കണേ, നല്ലോണം ദുആ ഇരക്കണം, വിജയിക്കണം, എല്ലാം കൊണ്ടും വിജയിക്കണം, ഖൈറാവട്ടെ. നമ്മയൊക്കെ അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.